ഹായ് കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി പാലട റെസിപ്പി ആയാലോ. എല്ലാ പായസങ്ങളും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കൂലേ. എന്നാൽ പാലട പായസം ഉണ്ടാക്കുമ്പോൾ വളരെ ക്ഷമയോടെ ഇളക്കി കുറുക്കിയിട്ട് നല്ല പിങ്ക് കളറാകുന്നവരെ ക്ഷമയോടെ ഉണ്ടാക്കിയെടുത്താലാണ് അടിപൊളിയാവുക. എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് 200 ഗ്രാം അരിയട എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ള കളറുള്ള അടയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ തവിട് കളറുള്ള അടയും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള അട 200 ഗ്രാമിനായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം തന്നെ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് അട ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എണ്ണ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് അതിൻ്റെ എയറൊന്നും പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോഴത്തേന് അട റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1.5 ലിറ്റർ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പഞ്ചസാര ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. അത് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടട്ടെ. നമ്മൾ നെയ്യും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ പാലൊഴിക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 3.5 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുക. നിങ്ങളിപ്പോഴും ശ്രദ്ധിക്കുക, ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ തള മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പാല് തിളക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് അത് തിളച്ച് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയണത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈ വിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ വെള്ളം വറ്റി പാലും ഒരു 10% അളവിൽ വറ്റിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ക്ഷമയോടെ ഒരു മണിക്കൂറോളം പാല് കുറുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇതിന്. അങ്ങനെ മൊത്തത്തിൽ ഒരു 1.25 മണിക്കൂറോളം ആയാൽ മാത്രമാണ് നമ്മളെ പാലട പായസം റെഡിയായി കിട്ടുള്ളൂ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള പായസങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമല്ല പാലട പായസം. വളരെ നമ്മൾ ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് പാലട പായസം കിട്ടുന്നതാണ്. ഈ ഒരു അളവാണ് കേട്ടോ, കൃത്യമായിട്ടുള്ള അളവ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഈ പാലൊന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് നല്ല രീതിയിൽ തന്നെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, മുകളിലായിരുന്നു, ഈ ഉരുളിയുടെ മുകളിലായിരുന്നു പാൽ. ഇത്രയും വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം കൂടി നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് വറ്റി കിട്ടട്ടെ.
ഇതാ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തിളച്ച് നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കുക. അട നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടത് നല്ല രീതിയിൽ ഒരു 2-3 പ്രാവശ്യം നല്ല രീതിയിൽ കഴുകി എടുത്തതിന് ശേഷം വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അട മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഒരു 15 മിനിറ്റോളം നല്ല രീതിയിൽ തിളച്ചാൽ മതിയാകും. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ പാലും അടയൊക്കെ നല്ല രീതിയിൽ വറ്റി നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര കണ്ട് കളർ ഇതിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് 900 ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ പഞ്ചസാര ഇതിലേക്ക് പാകമായിട്ടുള്ള ഒരു അളവാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം നമുക്ക് ഏകദേശം നമ്മളെ പാലട പായസം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതോട് കൂടി തന്നെ കളറ് ഒന്നും കൂടി നമുക്ക് കൂടുതലായിട്ട് കിട്ടും. പഞ്ചസാര അലിഞ്ഞിട്ട് അതിൻ്റെ കളറും കൂടി ആയിട്ട് നമ്മളെ അടിപൊളി പിങ്ക് പാലട പായസം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ എല്ലാം നല്ല വറ്റിയിട്ട് ഉരുളിയുടെ പകുതിയോളമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇനി കൂടുതലൊന്നും ഇതിൽ ചേർക്കാനില്ല കേട്ടോ. ഏലക്കാപ്പൊടിയോ അതുപോലെ അണ്ടിപ്പരിപ്പോ മുന്തിരി അതൊന്നും ഈ പാലട പായസത്തിൽ ഇല്ല കേട്ടോ. കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അടിപൊളി പാലട പായസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഞാൻ പിന്നെയും പറയാണ്, ഒരു 1.25 മണിക്കൂറോളം നമുക്ക് ഇത് പാലട പായസം റെഡിയാക്കി എടുക്കാനുള്ള സമയമുണ്ട്. അത് ആ സമയത്ത് നമ്മൾ ഇതുപോലെ വറ്റിച്ച് കുറുക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ പിങ്ക് പാലട പായസം കിട്ടും. നമ്മൾ കാരമലൈസ് ചെയ്തിട്ടൊന്നല്ല കേട്ടോ ഈ പിങ്ക് കളർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇടയ്ക്ക് അവിടെ ഇവിടെയായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കണത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളെ പാലട പായസത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് പാടൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ലാസ്റ്റാണ് നമ്മളൊരു തുള്ളി നെയ്യ് എല്ലാ ഭാഗത്തും കൂടി ആക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ അടിപൊളി പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാലട പായസം ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.